വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ദൈവത്തെ ആരാധിക്കുന്നത് സന്തോഷമുള്ള ഹൃദയത്തോടെ ആകണം. ഓരോ ദിവസവും നിരവധി പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിട്ടാണ് നാം ജീവിക്കുന്നത്. മാനസികമായി നമ്മെ തളർത്താനിടയുള്ള, ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടാകാം. എന്നാൽ അവയൊന്നും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതാകരുത്. ദൈവത്തെ സ്തുതിക്കുന്നവർ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുന്നവരായി തീരും. ഏതു പിരിമുറുക്കങ്ങളുടെ നടുവിലും ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ മാനസിക നിലകൾക്ക് മാറ്റം വരുത്തും. യഥാർത്ഥമായ സന്തോഷം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയുകയുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിനുള്ളിലായിരുന്നപ്പോൾ പോലും ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവനായിരുന്നു. ലോകം നമ്മെ ഒറ്റപ്പെടുത്തിയാലും കർത്താവ് കൂടെയുള്ളതിനാൽ നാം ഒറ്റയ്ക്കല്ല. നമ്മുടെ നല്ല സ്നേഹിതനായി യേശു കൂടെയുള്ളപ്പോൾ മറ്റെല്ലാം മറക്കുന്നവരായി നാം സന്തോഷിക്കും. അതുകൊണ്ട് ലോകത്തിന് നമ്മുടെ സന്തോഷം എടുത്തു കളയാനാവുകയില്ല. ഇനിയും നാം ആത്മസംഘർഷങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കരുത്. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. മറ്റെല്ലാം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കൈകൾ തട്ടിയും കൈ ഉയർത്തിയും ദൈവത്തെ ആരാധിക്കുക. യഥാർത്ഥമായ ആത്മീയ സന്തോഷം നമ്മിൽ നിറയുന്നത് നമുക്ക് തിരിച്ചറിയാനാകും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഭാരങ്ങൾ അകന്ന് സ്വതന്ത്രരായി നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.